മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. തന്നിൽ നിന്നെന്തോ മറച്ചുവെക്കാൻ പാടുവിടുന്നവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഒന്ന് മിഴികൾ അടച്ചു വലിച്ചു തുറന്ന് തന്റെ കൈകൾ കോരിയെടുത്ത് കാറിനടുത്തേക്ക് നടന്നു. അശോക്, വേണ്ട, ഒരു കഥയുണ്ടാക്കി ഇനി പാടുവിടണ്ട. ഓൾവേസ് റിമെമ്പർ വൺ തിങ് നിധി. എന്നിൽ അത്രമേൽ അലിഞ്ഞു ചേർന്നവളാ നീ. ആ നിന്നിൽ ഒരു കണിക പോലും മാറ്റം വന്നാൽ അത് മറ്റാരെക്കാളും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന എനിക്ക് തന്നെയാണ്. തന്റെ മുഖത്തേക്ക് നോക്കാതെ പറയുന്നവനെ ചെറിയ നോവോടെ നോക്കിയവൾ. ഇല്ല അശോക്, നിന്നോട് മറച്ചു വെക്കാൻ ഇനി ഈ ഭൂമിയിൽ നിന്റെ നിധിക്ക് ഒന്നുമില്ല. എന്നാൽ ഇപ്പൊ ഞാനിത് പറഞ്ഞാൽ ശരിയാവില്ല. അവന്റെ മുഖത്തേക്ക് ഒറ്റുനോക്കി സ്വയം പറഞ്ഞവൾ. കൈലാസത്തിൽ എല്ലാവരും പോയ ശേഷം അത്യാവശ്യം വാങ്ങിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ സൗഗന്ധിയും കൊണ്ട് ടൗണിലെ മാളിലേക്ക് വന്നാണ് അരുൺ. അവളോട് ആവശ്യമുള്ള എടുക്കാൻ പറഞ്ഞ് അവൻ അല്പനേരം മാറിയിരുന്നു. സാധനങ്ങളെല്ലാം എടുത്ത് സൗഗന്ധിയുടെ അടുത്തേക്ക് വലിയൊരു ബാസ്ക്കറ്റ് കൊണ്ടുവന്നു. ഒരു നിമിഷം മുന്നിലെ ബാസ്ക്കറ്റിലേക്ക് കണ്ണുമിഴിച്ച് നോക്കിപ്പോയി അവൻ. നീ എന്താടി ഈ ഷോപ്പ് മുഴുവൻ നിന്റെ പേരിൽ എഴുതി വായിച്ചോ? ഇതെല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാ. ആവശ്യമുള്ളതോ അനാവശ്യമുള്ളതോ? അരുണിന്റെ ചോദ്യത്തിൽ അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു. ഡേ, തൽക്കാലം ഇത് മുഴുവൻ വാങ്ങിക്കാനുള്ള കാശിന്റെ അക്കൗണ്ടിൽ തികയില്ല. അതുകൊണ്ട് ഇതിൽ ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുമോള്. പറ്റില്ല. പറ്റില്ലെങ്കിൽ ബില്ല് മോള് തന്നെ കൊടുത്തേക്ക്. പിന്നെന്തിനാണോ താൻ എന്നെ കൊണ്ട് ഇങ്ങോട്ട് കെട്ടിയിരുന്നള്ളിയത്? ഇത്രയും ദരിദ്രവാസിയായി താനെന്തിനാ എന്നെ വിവാഹം കഴിച്ചേ? അത് ഞാൻ മോൾക്ക് പറഞ്ഞു തന്നെ കൂടി. നീ കാണിച്ച ചെറ്റത്ര ഇവിടെ വെച്ച് വിളിച്ചു പറയണോ ഞാൻ? അവന്റെ വാക്കുകളിൽ ചുറ്റും നോക്കിക്കൊണ്ട് മാലിനി മുഖം താഴ്ത്തി. മര്യാദക്കാണ് ഈ മര്യാദക്ക്, അല്ലെങ്കിൽ തൽക്കാലം നിനക്ക് വേണ്ട ഞാൻ എടുത്തുതരാം. വീട്ടിലിടാൻ വേണ്ടി മാത്രം 3000-ന്റെയും 4000-ന്റെയും ഡ്രസ്സ് വാങ്ങിക്കാൻ മാത്രം അമ്പാനിയൊന്നല്ല മോളെ ഞാൻ. വായിങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അരുൺ ആ ബാസ്ക്കറ്റ് വാങ്ങി അതിലെ സാധനങ്ങളെല്ലാം തിരികെ വെച്ചു. ശേഷം തനിക്ക് ആവശ്യമുള്ള ഡ്രസ്സും സാധനങ്ങളെല്ലാം അവൻ തന്നെ മാറ്റിയെടുത്തു. വീട്ടിലിടാൻ കുറഞ്ഞ റേറ്റിൽ ഡ്രസ്സ് എടുക്കുന്നെല്ലാം കണ്ട് അവൾക്ക് അടിമുടി ദേഷ്യം ഇരച്ചു കയറി. എന്നാൽ അങ്ങിങ്ങായി നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിൽ താൻ കൂടെ അപമാനിക്കപ്പെടുന്നു തോന്നിയതും എല്ലാവരും നോക്കുത്തിയെ പോലെ നോക്കി നിന്നവൾ ഫോൺ റിങ് ചെയ്തും സൗഗന്ധി ഫോൺ എടുത്ത് നോക്കി. അതിൽ മാലിനിയുടെ പേര് കണ്ട് അവൾ അല്പം മാറിന്ന് വേഗം ഫോൺ എടുത്തു. ഹലോ അമ്മേ. ആ മോളെ, നീ ഇതെവിടെയാ? നേരത്തെ ഞങ്ങൾ വീട്ടിലെത്തി. പറയാൻ വിളിച്ചപ്പോൾ കോൾ എടുത്തില്ല. അമ്മ ഞാൻ പുറത്താ, കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വന്നാ. ആണോ മോളെ? എന്നാ ഒന്നും നോക്കണ്ട, അവന് കുടുംബം കുളന്തോണ്ട രീതിയിലെല്ലാം വാങ്ങിച്ചു കൂട്ടിയേക്ക്. നല്ല വില കൂടിയ മുന്തിയനും മുടിഞ്ഞു പോട്ടാ നശിച്ചവൻ. മാലിനി പറയുന്നേട്ട് അവൾ ഒരു നിമിഷം സാധനങ്ങൾ ബില്ല് ചെയ്യുന്ന ആരെന്നെ നോക്കി പല്ലിറുമി. നിങ്ങളൊന്ന് വെച്ചിട്ട് പോ, അല്ലെങ്കിൽ പ്രാന്തി കയറി നിൽക്കുക ഞാൻ. അത്രയും പറഞ്ഞ് അവൾ ഫോൺ ഓഫ് ചെയ്തു. അങ്ങേയറ്റം ദേഷ്യവും വെറുപ്പ് അവളുടെ മുഖത്ത് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. ബാൽക്കണിയിലിരുന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നിധിയെ കണ്ട് മുത്തശ്ശി അടുത്തേക്ക് ചെന്നു. മോളെ നിധി, നീ വൈകിട്ട് അവിടെ പോയി വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്താ മോളെ നിനക്ക് പറ്റിയേ? ഒന്നുമില്ല മുത്തശ്ശി. അശോക്, ഞാൻ പറഞ്ഞില്ലേ തിരികെ വരുമ്പോൾ അശോക് അവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അപ്പം അങ്ങോട്ട് വന്നില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ്. മോള് വിഷമിക്കാതെ, ദൈവം കൂടെയുണ്ട്. എല്ലാം നല്ലപോലെ ശുഭായിട്ട് അവസാനിക്കും. ഇങ്ങനെ ഉറക്കൊഴിച്ച് ഇവിടെ ഇരിക്കാതെ ചെന്ന് കിടക്ക്. മുത്തശ്ശി. എന്താ കുട്ടി? മുത്തശ്ശി, അത് അശോകിനെ ഇവിടെ ഇറക്കിയിട്ട് ഒരു വാക്ക് പോലും മിണ്ടാതെ പോയതാ. വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇത്രയും നേരമായിട്ടും ഇങ്ങോട്ട് എത്തിയില്ലല്ലോ. നീ വിഷമിക്കാണ്ട്. ഇങ്ങോട്ടല്ലാതെ അവൻ എവിടെ പോവാനാ? നീ അവനോട് എന്തോ മറച്ചു വെക്കുന്നത് തോന്നിയോണ്ടാ. അല്ലാതെ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും ആവില്ല. നിന്നോട് അധിക നേരം പിണങ്ങിക്കാൻ അവന് കഴിയും തോന്നുന്നുണ്ടോ നിനക്ക്? ഒരിക്കലുമില്ല. മോള് ചെന്ന് കിടക്ക്. ഒന്ന് മൂളിക്കൊണ്ട് ഒരു പ്രതീക്ഷ പോലെ പുറത്തെ ഗേറ്റിലേക്ക് മിഴികൾ പായിച്ചു. ആ മോളെ നിധി, മോളുടെ കൂട്ടുകാരിയോട് പറയണം, യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടേ പറ്റൂ. എൻ്റെ സരസ് ജീവനോടെ ഉണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താൽ പോലും അവളെ ഇവിടുത്തെ മരുമകളായിട്ട് ഞാൻ സ്വീകരിക്കായിരുന്നു. മുത്തശ്ശി, ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ, അവൻ പോയില്ലേ എന്ന് കരുതി അവനെ ഓർത്ത് ജീവിതം മാറ്റിവെക്കരുതെന്ന് പറയണം അവളോട്. മോളുടെ പ്രായം തന്നെയല്ലേ അവൾക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളുടെ വിവാഹം കാണാൻ എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹം കാണും. ഇനി നീ പോകുമ്പോൾ ഞാനും വരാൻ കൂടെ. എൻ്റെ സരസ് പ്രാണനെ പോലെ സ്നേഹിച്ചവളല്ലേ. ഒന്നുകൂടെ കാണണം എനിക്ക് അവളെ. നമുക്ക് പോകാം മുത്തശ്ശി. എന്നാ ഇനി ആവശ്യമില്ലാതെ ഓരോന്നോർത്ത് മനസ്സ് വേദനിപ്പിക്കാണ്ട് വേഗം കിടക്കാൻ നോക്ക്. അശോക് വന്നോളൂ. ഒന്ന് മൂളിക്കൊണ്ട് ഒന്നുകൂടെ ഗേറ്റിലേക്ക് നോക്കി അശോക് വരുന്നില്ലെന്ന് കണ്ടതും ഒരു നോവോടെ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. എത്രയൊക്കെ കിടന്നിട്ടും അശോകിനെ കാണാതെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പതിയെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങി. താഴെ നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ട് പതിയെ ചെന്ന് നോക്കി. രാജവർമ്മയും കൂടെ നിൽക്കുന്ന വ്യക്തിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരിക്കൽ മുത്തശ്ശി പറഞ്ഞു തന്നിരുന്നു, അതാണ് അച്ഛൻ്റെ PA എന്ന്. ഒരു നിമിഷം നീലു പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ പതിഞ്ഞു. കണ്ണുകളിൽ അഗ്നി പടരാൻ അധികം നേരം വേണ്ടി വന്നില്ല അവൾക്ക്. ഇരുവരെന്തോ കാര്യമായ ചർച്ചയിലാണെന്ന് കണ്ടതും പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു നീങ്ങി.
തങ്ങളുടെ അടുത്ത് ആരോ വന്നിരിക്കുന്ന പോലെ തോന്നിയതും രാജവർമ്മ തിരിഞ്ഞു നോക്കിയതും കണ്ടു. തങ്ങളെ നോക്കി നിൽക്കുന്ന നിധിയെ. ആ മോളോ? മോളെന്താ ഉറങ്ങിയില്ലേ? നേരെ ഒരുപാടായല്ലോ നിധി. അതാച്ചാ ഞാൻ അശോക് ഇതുവരെ വന്നില്ല, അതാ. അവൻ വന്നോളും. ഇന്നൊരു US കമ്പനിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് രാത്രി 1 മണിക്ക്. അത് കഴിഞ്ഞ് വരാമെന്ന് കരുതിയാവും. മോള് ചെന്ന് കിടന്നോ. ഈ സമയം ഉറക്കൊഴിക്കുന്ന അത്ര നല്ലതല്ല. രാജവർമ്മ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ മിഴികൾ അടുത്തിരിക്കുന്ന വ്യക്തിയിലായിരുന്നു. മോളെ നിധി. അച്ഛാ. മോള് ചെല്ല്. ഇതെന്റെ PA ജഗൻ. നാളെ ഡൽഹിയിലൊരു മീറ്റിംഗ് ഉണ്ട്, അതിന്റെ ഡിസ്കഷനാ. മോള് ചെന്ന് കിടന്നു. അശോക് മീറ്റിംഗ് കഴിഞ്ഞാൽ വന്നോളും. നിധി ഇരുവരെയും നോക്കിക്കൊണ്ട് തിരിഞ്ഞടന്നു. പതിയെ തിരിഞ്ഞു നോക്കിയും കണ്ടു തന്നെ ഉറ്റി നോക്കി നിൽക്കുന്ന ജഗനെ. അയാളുടെ കണ്ണിൽ വല്ലാത്തൊരു പരിഹാസവും പുച്ഛവും നിഴലിച്ച് നിൽക്കും പോലെ തോന്നി അവൾക്ക്. തിരികെ മുറിയിലെത്തി അശോകിനെ വിളിച്ചെങ്കിലും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വല്ലാത്ത വേദനയും വിഷമവും തോന്നി. അശോക്, ഒരു വിതുമ്പിലോടെ വിളിച്ചുപോയി അവൾ. ഏറെ നേരം അവനെ കാത്തിരുന്നു. ഇടയ്ക്ക് കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അല്പനേരം കൂടി കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശിയോട് ചെന്ന് പറയാന്ന് കരുതി പുറത്തെ ബാൽക്കണിയിൽ ചെന്നിരുന്നു. പൊങ്ങിക്കിടക്കുന്ന തന്റെ വയറിലൂടെ തലോടിക്കൊണ്ട് അവൾ ദൂരേക്ക് നോക്കി നിന്നു. പുറത്തെ തണുപ്പും അശോകിനെ ഓർത്തും അറിയാതെ എപ്പോഴോ മയക്കത്തിലേക്ക് വഴുതി. സൂര്യരശ്മികൾ മുഖത്തേക്ക് പതിച്ചതും നിധി പതിയെ ഉറക്കച്ചടവോടെ മിഴികൾ തുറന്നു. പാതി മിഴികൾ തുറന്ന് ചുറ്റുമൊന്ന് നോക്കി. അശോക് പതിയെ വിളിച്ചതും പെട്ടെന്ന് തോർത്ത് ചാടിക്കുടഞ്ഞ് എണീറ്റു. അശോക്. മുറിയിലൊന്നാകെ നോക്കി വിളിച്ചെങ്കിലും അവനെ കണ്ടില്ല. അശോക് ഇതുവരെ വന്നില്ലേ? അല്ല, ഞാൻ ഇന്നലെ ബാൽക്കണിയിരുന്നല്ലേ, പിന്നെങ്ങനെയാ? അപ്പൊ അശോക് വന്നിട്ടുണ്ട്. ഇത്ര നേരത്തെ പോവുകയും ചെയ്തോ? എന്നൊരു വാക്ക് പോലും മിണ്ടാതെ. ഓർത്തപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു. പെട്ടെന്ന് പുറകിൽ ബാത്റൂം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി. ഒരു ട്രാക്ക് പാന്റും മനിയനും ഇട്ട് കുളി കഴിഞ്ഞ് വരുന്നവനെ കാണേ പതിയെ അവന്റെ അടുത്തേക്ക് ചെന്നു. തന്റെ മിഴികളിലേക്ക് നോക്കി നിൽക്കുന്നവനെ ഒന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവന് നെഞ്ചിലേക്ക് വീണ് അവന് ഇറുകെ പുലർന്നു. അശോക്. വിതുമ്പി വിളിക്കുന്നവളെ കാണേ എന്തോ അശോകിന് തന്റെ ഹൃദയത്തിൽ ആരോ കൊത്തി വലിക്കും പോലെ. അവളോട് തോന്നിയ ചെറിയ പരിഭവം പോലും മറന്ന് തന്റെ ഇരുകയ്യാൽ അശോക് അവളെ ചേർത്ത് പിടിച്ചു. നിധി. അശോക്, സോറി അശോക്. നിന്നോട് മറച്ചു വെക്കാൻ മാത്രം എനിക്കൊന്നുമില്ല അശോക്. പക്ഷേ എൻ്റെ അശോക് വേദനിക്കുന്ന കാര്യങ്ങൾ നിന്നെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അശോക്. നിന്റെ മൗനം എന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നറിയോ? ഞാൻ മരിച്ചു പോകും പോലെയാ. എന്നോട് പിണങ്ങി നിൽക്കില്ലേ അശോക്. വേണു എന്നെ 1-2 വഴക്ക് പറഞ്ഞു, എന്നാൽ എനിക്ക് വേദനിക്കില്ല. എത്ര വിളിച്ചു ഞാൻ, എത്ര നേരം കാത്തിരുന്നു. വിതുമ്പിക്കൊണ്ട് ഓരോന്നും പുലമ്പി പറയുന്നവളുടെ ഇരുകവിലും അശോക് തന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു. നിന്നോട് പിണങ്ങി നിൽക്കാൻ എനിക്ക് കഴിയും തോന്നുന്നുണ്ടോ നിധി? ഇന്നലെ ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എന്റെ ശ്വാസം പോലും നീയാണെന്ന് മറന്നോ നിധി? തന്റെ മിഴികളിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് പറയുന്നവനെ കാണെ നിറഞ്ഞ പുഞ്ചിരിയോടെ തന്റെ അധരങ്ങൾ അവന്റെ നെറ്റിത്തടത്തിൽ ചേർത്ത് വെച്ചു. അശോക്. വേണ്ട വേണ്ട. നിനക്കെന്നോട് എപ്പോൾ പൂർണ്ണ മനസ്സോടെ തുറന്നു പറയണമെന്ന് തോന്നുന്നു അപ്പൊ പറഞ്ഞാൽ മതി. അതുവരെ നീ എന്നോട് പറയാൻ പഠിക്കുന്ന കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിധി. അശോക്, വേണ്ട. അതിലെനിക്ക് എന്റെ നിധിയോടൊരു പരിഭവമില്ല. പോരെ, ചെന്ന് ഫ്രഷായി വാ. തന്നെ അത്രമേൽ മനസ്സിലാക്കുന്നവനെ ഓർത്ത് ഒരു പുൻസിരിയോടെ നോക്കി നിന്നു നിധി. ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതും തനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നവനെ കണ്ട് ചുണ്ടും കൂർപ്പിച്ച് നോക്കി അവൾ. അശോ, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ അങ്ങോട്ട് വരില്ലേ? നേരം ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞ് മറന്നോ നീ? അതെങ്ങനെയാ? മുൻശുണ്ടി കുറച്ച് കൂടുതലാണല്ലോ കാന്താരി. അയ്യടാ, പറയുന്ന കേട്ടാ തോന്നും അശോകിനെ പറഞ്ഞൊന്നില്ലാന്ന്. ഈ ചക്രവർത്തിയുടെ കലിപ്പ് എത്രയാന്ന് എനിക്കല്ലേ അറിയൂ. ചുണ്ടു കൂർപ്പിച്ച് പറയുന്നവളെ കാണെ അശോക് ഒന്ന് പൊട്ടിച്ചിരിച്ചു. അവളെ പിടിച്ച് തന്നെ മടിയിലേക്ക് ഇരുത്തി. കലിപ്പ് എനിക്ക് മാത്രമാണോ? ഈ കൈയുടെ കലിപ്പ് എത്രയാണെന്ന് എനിക്കല്ലേ അറിയൂ. അവളുടെ കൈകൾ പിടിച്ചൊരു ചിരിയോട് അശോക് പറഞ്ഞിരുത്തിയതും അന്ന് ബാംഗ്ലൂർ വെച്ച് അശോകിന്റെ കരണം പോച്ച് ഓർത്ത് അവന്റെ മുഖത്തേക്ക് നോക്കാൻ തലതാഴ്ത്തി. ഏയ്, ഇത്ര പെട്ടെന്ന് വാടിപ്പോകുന്ന ആളല്ലല്ലോ മിസ്സിസ് അശോക് ഗുപ്ത. കിട്ടിയെങ്കിൽ കണക്കായിപ്പോയി. കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. തന്നെ നോക്കി ചിരിക്കുന്നവനെ കാണെ ആൾ അവനെ തന്നെ ഉറ്റുനോക്കി. എന്താ, അന്ന് കിട്ടിയോർത്ത് ചിരിക്കുകയാണോ? അല്ല, നിന്റെ മാമ പറഞ്ഞ സത്യമാണെന്ന് ഓർത്ത് ചിരിച്ചതാ. മാമ എന്ത് പറഞ്ഞു? അല്ല, ഇടയ്ക്ക് നിന്റെ മാമ പറയുന്നുണ്ടായിരുന്നേ നിനക്ക് നിന്റെ അമ്മായിയുടെ അതേ ശുണ്ടിയാണെന്ന്. പെരുമാറുമ്പോ നോക്കിയും കണ്ടൊക്കെ നിൽക്കണമെന്ന്. അത് ശരിയാണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ. അശോക്. മുഖം വീർപ്പിച്ച് വിളിക്കുന്നവളെ കാണെ അവളുടെ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് വെച്ച പ്ലേറ്റിൽ നിന്നൊരു ദോശ പീസ് എടുത്ത് കറിയിൽ മുക്കി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു.
പെണ്ണെന്തോ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ദോശ കഷ്ണം വായിലെത്തിയിരുന്നു. ഇങ്ങനെ തുറച്ചു നോക്കാതെ കഴിക്ക്, അല്ലെങ്കിൽ ഈ മുൻകോപക്കാരി അമ്മേനെ പട്ടിണി കിട്ടിയെന്ന് എൻ്റെ കുഞ്ഞ് പറയും. തന്നെ നോക്കി ചുണ്ടുകൂർപ്പിക്കുന്നവൾക്ക് മറുപടി പറയാൻ അനുവദിക്കാതെ അശോക് വീണ്ടും അവളുടെ വായിലേക്ക് ദോശ നീട്ടിക്കൊടുത്തു. ഇരുവരുടെയും ചിരിയും തമാശയും ആ മുറിക്കുള്ളിൽ അലയടിക്കാൻ തുടങ്ങി. പുറത്തുനിന്നെല്ലാം പതുങ്ങി കേൾക്കുന്ന മാലിനിക്ക് അടിമുടി ഇരച്ചു കയറി. എന്റെ മോൾ ഒരു ഗതിയില്ലാത്തവരെ കൂടെ പറഞ്ഞു വിട്ടിട്ട് രണ്ടിരുന്ന് ചിരിച്ച് രസിക്കുക. ഭാര്യയെ ഊട്ടിയുറക്കി കൈവളിൽ കൊണ്ടെടുക്കുക ഭ്രാന്തൻ. എന്റെ ദേവി, ഒരു തവണ കൂടി ഈ ഭ്രാന്തിന് വട്ടുമൂത്ത് ചെങ്ങലൊക്കെ ഇട്ടിരുന്നെങ്കിൽ. സ്വയം ഓരോന്ന് പറഞ്ഞ് ചവിട്ടി തുള്ളിക്കൊണ്ട് മാലിനി അവിടെ നിന്ന് നടന്നു നീങ്ങി. കഴിച്ചു കഴിഞ്ഞ പാത്രം കൊണ്ട് അശോക് താഴേക്ക് പോകാൻ ഒരുങ്ങിയതും നിധി അവന്റെ കൈകളിൽ പിടിച്ചു. അശോക് തന്നെ നോക്കി നിൽക്കുന്നവളെ കാണെ അശോക് സംശയത്തോടെ നോക്കി അവളെ. അശോക്, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകും. അവളുടെ ചോദ്യത്തിൽ ഒരു പുൻസിരിയോട് അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് സമ്മതമെന്നോടൊന്ന് മൂളി അവൻ. അവൻ പ്ലേറ്റ് കൊണ്ട് താഴേക്ക് പോയതും അവൻ പോകുന്ന ഉറ്റുനോക്കി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നവൾ. സത്യേട്ടാ, സത്യേട്ടാ. എന്താ ദുർഗേ, നീ എന്തിനാ ഈ വിളിച്ചു പോകുന്നേ? ഇതെന്തോന്ന മനുഷ്യ, നിങ്ങൾ ആകെ ഇത്ര പലഹാരങ്ങളെ വാങ്ങിയുള്ളൂ? ദുർഗയുടെ വാക്കുകൾ കേട്ട് മേശപ്പുറത്ത് നിരത്തി വെച്ച പലഹാരങ്ങളിലേക്ക് നോക്കി സത്യം. ഇത്രേ ഉള്ളോന്നോ? ഇത് കണ്ടാൽ തന്നെ ശിവ നമ്മളെ ആട്ടി ഓടിക്കും. പോരാത്തിന് ഇനി നീയും കുറച്ചുണ്ടാക്കുന്നില്ലേ? അതൊക്കെ ശരിയാ. എന്നാൽ എന്തോ ഇതൊന്നും പോരെന്ന് എനിക്ക് തോന്നുന്നു. തൽക്കാലം നമുക്ക് ഇതുകൊണ്ട് പോവാം. എന്നിട്ട് ഇത് പോരെന്ന് തോന്നിയാ അതെ കുറച്ചുകൂടെ വാങ്ങിച്ചുകൊണ്ട് പോവാം. മനുഷ്യ, ഞാൻ വല്ലതും പറഞ്ഞാൽ നിങ്ങൾ താങ്ങില്ല. മര്യാദക്ക് വൈകിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ വാങ്ങിക്കൊണ്ട് വന്നേക്കണം. ഓ ശരി, ഇനി അതിന്റെ പേരിൽ എന്റെ തലയിൽ നൃത്തം ചവിട്ടണ്ട. കൊണ്ടുവരാൻ ഞാൻ. നീ പറയുന്നത് കേട്ടാ തോന്നും അവിടെ വയറ് വീർത്ത് കിടക്കുന്ന ഇതെല്ലാം കുത്തിക്കയറ്റി വെക്കാനാന്ന്. അതിനകത്തൊരു ജീവനാ. അതിനു വേണ്ടി കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? സ്വയം പിറുവിറുക്കുന്ന സത്യനെ നോക്കി ചോദിച്ചു ദുർഗ. ഞാനെന്ത് പറയാൻ, വാങ്ങിക്കാന്ന് പറഞ്ഞാ. ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് പോകാൻ ഒരുങ്ങിയതും പുറത്തെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ദുർഗ പുറത്തേക്ക് ചെന്നു. മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും ഇതാര് ദേവനോ? അപ്പൊ ഇങ്ങോട്ടുള്ള വഴിയൊന്നും മറന്നിട്ടില്ല അല്ലേ? ദുർഗമ്മ, ഞാൻ ചുമ്മാ പറഞ്ഞ. അല്ല, ആദ്യമൊക്കെ ഒന്നിടവിട്ട് വന്നിരുന്ന ഇന്നിപ്പോ ഈ വീടിന്റെ പരിസരത്ത് മഷി ഇട്ട് നോക്കിയാൽ പോലും കാണുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. ഇതാര് ദേവനോ? മോനെന്താ അവിടുത്തെ നിൽക്കുന്നേ? വാ അധികരിക്ക്. പറയുന്നതോടൊപ്പം സത്യനാരായണത്തേക്ക് വിളിച്ചിരുത്തി. അമ്മ, ഞാൻ തരാൻ വേണ്ടിയാ വന്ന്. നാളെ നിങ്ങളെല്ലാവരും കൂടെ ശിവയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾക്ക് ഇഷ്ടമുള്ള ഒരുവിധം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പലഹാരപ്പൊതികൾ അവർക്ക് മുമ്പിലേക്ക് നീട്ടിവെച്ച് സത്യനും ദുർഗയും പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കി. മോനും കൂടെ കൊണ്ടുവന്നത് നന്നായി. ദേ ഇവിടെ ഒരാൾ ഞാൻ വാങ്ങിയൊന്നും തികയില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ എന്തായാലും ഇത് മതിയാവില്ലെന്ന് അവള് പറയില്ല, അല്ലേ ദുർഗേ? സത്യനൊരു പുൻചിരിയോടെ പറയുമ്പോൾ ദുർഗയ്ക്കെന്തോ അവന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ അല്പം പ്രയാസം തോന്നി. അല്ല മോനെ, നീ ഞങ്ങളുടെ കൂടെ നാളെ വരുന്നില്ലേ? ഇല്ല ദുർഗമ്മേ, എനിക്ക് കുറച്ചുകൂടെ തിരക്കുണ്ട്. കടയിൽ വേറെ ആരുമില്ല, അതാ. നിങ്ങളെല്ലാവരും പോയിട്ട് വാ. പിന്നെ അമ്മയും അച്ഛനുണ്ടല്ലോ. ഉണങ്ങാതെ കിടക്കുന്ന ഒരു നോവ് ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ടെന്ന് തോന്നിപ്പോയി ദുർഗയ്ക്ക്. അല്ല, ശിവനാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ദുർഗമ്മേ? കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ മോനെ, അശോക് അവൻ അവളെ വീട്ടിലെന്ന് ഒരേ വാശിയാന്നാ പറയുന്നത്. അവന് എവിടെയാണോ അവിടെ അവന്റെ നിധി ഉണ്ടാകും എന്ന് പറഞ്ഞാ നടക്കുന്നേ. ദുർഗ പറയുമ്പോൾ അവരെ നോക്കിയിരുന്ന് നേരത്തെ പുഞ്ചിരി നൽകിയവൻ. എന്നാ ഞാൻ ഇറങ്ങാം, ചെന്നിട്ട് വേണം ഷോപ്പ് ഇറക്കാൻ. നിക്ക് മോനെ, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട ദുർഗമ്മേ, ഞാൻ കുടിച്ചിട്ട് ഇറങ്ങിയത്. എന്നാലും ഇവിടുന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ച് നേരിട്ടൊന്നും സംഭവിക്കില്ല. ഇരിക്കവിടെ. ദുർഗയുടെ നിർബന്ധത്തിന് മുമ്പിൽ മറുത്തൊന്നും പിന്നെ പറയാൻ നിന്നില്ല ദേവൻ. ചായ കുടിച്ച് സത്യനോടും ദുർഗയോടും യാത്ര പറഞ്ഞ് ദേവൻ പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റ് കടന്ന് പുറത്തേക്ക് എത്തിയതും "ദേവേട്ടാ ഒന്ന് നിന്നേ." പുറകിൽ നിന്നും തന്നെ വിളിച്ച് ഓടി വരുന്ന ശരണ്യെ കാണെ ഒരു ചെറുപുഞ്ചിരിയോടെ നോക്കിയവൻ. എന്താടി, നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? നാളെ കോളേജ് ഇറക്കും. പിന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ? എന്താ? അല്ല, ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിരാശാകുമ്പനായിട്ട് ജീവിക്കാനാണോ പ്ലാന്? ദേവൻ അവളെ ഇരുത്തി നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു. അതെ, ദേവേട്ട ശരിക്കും എന്നെ മുറിച്ചെടുക്കാനല്ലേ? എന്നെ കിട്ടുന്നതിന് വല്ല പ്രശ്നമുണ്ടോ മാഷേ? പെട്ടെന്നുള്ള അവളുടെ വാക്കുകൾ ദേവൻ അവളെ തുറച്ചു നോക്കി. നീ നിന്ന് വാചകം എടുക്കാൻ പോയി 4 ലക്ഷം പഠിക്കാൻ നോക്ക്. അവള് ജീവിതം വെച്ച് നീട്ടാൻ വന്നേക്കുന്നു. ഏറി പൊടി. അല്പം ശബ്ദം കനപ്പിച്ച് പറഞ്ഞുകൊണ്ട് ദേവൻ മുണ്ടും മടക്കി നടന്ന് കാറിലേക്ക് കയറി. ശരണ്യാവൻ പോകുന്നു നോക്കി കുറുമ്പോടെ ഗോഷ്ടി കാണിച്ചു. വലിയ ജാട. എന്നാ പിന്നെ പെണ്ണിട്ട് ആ മൂക്കിൽ പല്ലു മുളച്ച് നടക്ക്. ചവിട്ടി തുള്ളി അവൾ അകത്തേക്ക് ഓടിപ്പോയി. പരന്നു കിടക്കുന്ന മണൽപ്പരപ്പിൽ അശോകിന്റെ തോളിൽ തലയാഴ്ച മുന്നിൽ തിമിർത്താടുന്ന തിരയിലേക്ക് നോക്കി നിധി. അശോക്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറ. മിസ്റ്റർ അശോക് ഗുപ്തക്ക് ഇപ്പോഴും ശിവാംഗിയുടെ ദേഷ്യമാണോ? ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുന്നവളെ കാണെ അശോക് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി.
ഒരു നിമിഷം ബാംഗ്ലൂർ വെച്ച് തന്റെ മുമ്പിൽ തിമിർത്താടുന്നവളെ ഒന്ന് ഓർത്തുപോയി. പെട്ടെന്നുള്ള അവന്റെ ചിരിയിൽ നിധി അവനെ സംശയത്തോടെ നോക്കി. അശോക്, അതിനുള്ള ഉത്തരം വേണോ? ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുന്നവരെ നോക്കി വേണമെന്നർത്ഥത്തിൽ അവൾ തലയാട്ടി. എന്നാ കേട്ടോ ശിവാംഗി, അവളോട് എനിക്ക് ദേഷ്യമാണെന്ന് ചോദിച്ചാ ദേഷ്യമാണ്. ദേ അവളുടെ കാലയവാരി നിലത്തടിക്കാനുള്ള ദേഷ്യം. പക്ഷെ എന്ത് ചെയ്യാന്, ഞാൻ എന്നെ നെഞ്ചി കൊണ്ടിടക്കുന്ന ആ കുട്ടി തേവാങ്ങനെ ആയിപ്പോയില്ലേ. അയ്യടാ പറയുന്നേണ്ടില്ലേ. അപ്പൊ ഇയാളുടെ ദേഷ്യോ കുക്കറിന്റെ വിസിൽ ട്രെയിലറായിരുന്നു. കുറുമ്പോടെ പറയുന്നവന്റെ നെഞ്ചിൽ പതിയിടിച്ചുകൊണ്ട് പറഞ്ഞു നീതി. ഒരു പുൻചിരിയോടെ അശോക് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഓരോ തമാശയും പറഞ്ഞ് ചിരിക്കുന്നതിനിടെ മനസ്സിലുള്ള അശോകിനോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണം നിധിക്ക് അറിയില്ലായിരുന്നു. നിധി അവന്റെ കൈകൾ കൈ ചേർത്ത് പിടിച്ചു. അശോക്, എനിക്ക് അശോകിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു നിമിഷം പതറിക്കൊണ്ട് പറയുന്നവളെ അശോക് ഒന്ന് ഉറ്റുനോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.